ഫുട്ബോൾ ആരാധകരായവരും അല്ലാത്തവരും ഒക്കെ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ. ഇന്നലത്തെ കളിയും രാത്രിയിലത്തെ ഉറക്കം കളഞ്ഞ് കണ്ടവരായിരിക്കുമല്ലോ നിങ്ങളിൽ ഭൂരിഭാഗം പേരും. പക്ഷെ ആ കളി കാണലിന് ശേഷമുള്ള നിങ്ങളുടെ ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്? ക്ഷീണം, തലവേദന, ഒന്നിനും ഒരു ഉഷാറില്ലായ്മ, ഇതൊക്കെ നിങ്ങളിൽ പലർക്കും തോന്നുന്നുണ്ടാവും അല്ലേ? ഈ വേൾഡ് കപ്പ് മാത്രമല്ല, മൊബൈൽ ഫോണും സോഷ്യൽ മീഡിയയും വെബ് സീരീസുകളും ഒക്കെ നമ്മുടെ ഉറക്കത്തിനെ നല്ല പോലെ ബാധിക്കുന്നുണ്ട്, ശരിയല്ലേ? ഈ ഉറക്കമെന്ന് പറയുന്നത് വെറുതെ അങ്ങ് കണ്ണടച്ച് കിടക്കുന്നതല്ല. അതിന് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ജോലികൾ ചെയ്യാനുണ്ട്. സത്യത്തിൽ ദിവസവും നല്ല ഉറക്കം കിട്ടിയില്ലെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിനെ എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? ഇല്ലെങ്കിൽ വാ, ഞാൻ പറഞ്ഞുതരാം. ശരിക്കും എന്തിനാണ് നമ്മൾ ഉറങ്ങുന്നത്? ഉറക്കം കുറഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ദിവസവും എത്ര നേരമാണ് നമ്മൾ നിർബന്ധമായും ഉറങ്ങേണ്ടത്? ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആദ്യം തന്നെ എന്തിനാണ് ഉറങ്ങുന്നത്, അല്ലെങ്കിൽ ഉറങ്ങുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ശരീരം ഒരു മെഷീൻ പോലെയാണ്. തുടർച്ചയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതൊരു മെഷീനും കുറച്ച് റെസ്റ്റ് ആവശ്യമാണ്, അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരവും. നമ്മുടെ ശരീരത്തിനുള്ള ഈ ഒരു റെസ്റ്റിംഗ് പീരീഡാണ് ഉറക്കം. നമ്മൾ ഉറങ്ങുമ്പോൾ സത്യത്തിൽ നമ്മുടെ ശരീരം സ്വയം റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റീചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ബ്രെയിൻ ക്ലീനിങ് എന്ന് പറയുന്ന പ്രോസസ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതായത് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മളുടെ ബ്രെയിനിൽ നിന്ന് ഒരുപാട് മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെടുന്നുണ്ട്. അതായത് പകൽ സമയങ്ങളിൽ നമ്മൾ പലതരത്തിലുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ചില കെമിക്കലുകളുടെ അവശിഷ്ടങ്ങളാണ് ഇത്തരത്തിൽ ഉറങ്ങുമ്പോൾ നീക്കം ചെയ്യപ്പെടുന്നത്. ഇതിനെയാണ് ബ്രെയിൻ ക്ലീനിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് കൃത്യമായ ഉറക്കമില്ലെങ്കിൽ അത് ഈ പറയുന്ന ക്ലീനിങ് പ്രോസസ്സിനെ തന്നെ അവതാളത്തിലാക്കും. ചുരുക്കി പറഞ്ഞാൽ, ഉറക്കമില്ലാത്ത ഒരാളുടെ ബ്രെയിനിന് ചിന്തിക്കാനും സ്വയം തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെയുള്ള കഴിവുകൾ കുറയും. ഇനി ഞാൻ ഓർമ്മശക്തിയെക്കുറിച്ച് ഒരു കാര്യം പറയട്ടെ. അതായത് നിങ്ങൾ ഒരു കാര്യം പഠിച്ചിട്ട് അങ്ങനെ ഉറങ്ങിപ്പോയെന്ന് വിചാരിക്കുക. നിങ്ങൾ കാലത്ത് എഴുന്നേൽക്കുമ്പോൾ അത് ഓർമ്മയിൽ നിൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. സോ ബേസിക്കലി ഉറക്കം നമ്മുടെ ഓർമ്മകളെ അല്ലെങ്കിൽ ഓർമ്മശക്തിയെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യുന്ന ഒരു സംഗതി കൂടിയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നല്ല ഉറക്കം കിട്ടേണ്ടത് അവരുടെ പഠനത്തിനും മാനസിക ആരോഗ്യത്തിനുമൊക്കെ വളരെ അത്യാവശ്യമാണ്. പിന്നെ ശാരീരിക ആരോഗ്യത്തിന്റെ കാര്യം എടുത്തു പറയേണ്ടതില്ലല്ലോ, അല്ലേ? ഉറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ ശരീരം നിങ്ങളുടെ സെല്ലുകളെ റിപ്പയർ ചെയ്യുന്നുണ്ട്, ഹോർമോൺ ഉൽപാദനം നടത്തുന്നുണ്ട്, നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി കൂട്ടുന്നുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉറക്കം കുറഞ്ഞാൽ രോഗങ്ങൾ വരാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇനി നമുക്ക് എന്താണ് സ്ലീപ്പ് സൈക്കിൾ എന്ന് നോക്കാം. നമ്മൾ ഉറങ്ങുമ്പോൾ ഒറ്റയടിക്ക് അങ്ങ് ഉറങ്ങിപ്പോവുകയല്ല ചെയ്യുന്നത്. ഉറക്കത്തിന് പല പല ഘട്ടങ്ങളുണ്ട് ആൻഡ് അതൊരു സൈക്കിളാണ്. ഒരു രാത്രിയിൽ നമ്മൾ ആ സൈക്കിളിലൂടെ പലവട്ടം കടന്നു പോകുന്നുമുണ്ട്. NREM1 അഥവാ നോൺ റാപ്പിഡ് ഐ മൂവ്മെന്റ് 1 ഇതിലെ ആദ്യത്തെ ഘട്ടം. അതായത് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഉറക്കം, എപ്പോൾ വേണമെങ്കിലും പെട്ടെന്ന് ഉണരാൻ പറ്റുന്ന ഒരവസ്ഥ. രണ്ടാമത്തെ ഘട്ടമാണ് NREM2. ഇതിൽ കുറച്ചുകൂടി ഡീപ്പ് സ്ലീപ്പ് ആയിരിക്കും. ഈ സമയത്ത് നമ്മുടെ ശരീരത്തിന്റെ ടെമ്പറേച്ചർ കുറയുകയും ഹാർട്ട് ബീറ്റ് കുറച്ചുകൂടി സാവധാനത്തിലാവുകയും ചെയ്യും. മൂന്നാമത്തെ ഘട്ടമാണ് NREM3 അഥവാ പ്രോപ്പർ ഡീപ്പ് സ്ലീപ്പ്. ഈ സമയത്താണ് ശരീരം ഏറ്റവും കൂടുതൽ റീചാർജ് ചെയ്യപ്പെടുന്നത്. ഈ സമയത്ത് നമ്മുടെ മസിൽസ് ഒക്കെ വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കും. അന്നേരം നമ്മളെ ഉണർത്താൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇനി നാലാമത്തെ അല്ലെങ്കിൽ അവസാനത്തെ ഘട്ടമാണ് REM സ്ലീപ്പ് അഥവാ റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പ്. ഈ ഘട്ടത്തിലാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. അന്നേരം നമ്മളുടെ കൺപോളകൾ അടഞ്ഞിരിക്കുകയാണെങ്കിലും കണ്ണുകൾ ചലിക്കുന്നുണ്ടാവും. അന്നേരം നമ്മുടെ ബ്രെയിൻ നല്ല ആക്റ്റീവുമായിരിക്കും, പക്ഷെ മസിലുകൾ അപ്പോഴും റിലാക്സ്ഡ് ആയിരിക്കും. അതുകൊണ്ട് ഒരു ഗുണമുണ്ട്, സ്വപ്നത്തിൽ നമ്മൾ ഓടിയാലും ശരിക്കും നമുക്ക് ഓടാൻ പറ്റില്ല. സ്വപ്നത്തിൽ ഓടുന്ന ഓട്ടം ശരിക്കും ഓടിയാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ 4 ഘട്ടങ്ങളും ഓടിച്ചേർന്നതാണ് ഒരു സ്ലീപ്പ് സൈക്കിൾ. ഈ ഓരോ സൈക്കിളും ഏകദേശം 90 മിനിറ്റ് മുതൽ 120 മിനിറ്റ് വരെ നീണ്ടു നിൽക്കുകയും ചെയ്യും. ഒരു രാത്രിയിൽ നമ്മൾ 5-6 തവണയെങ്കിലും ഈ പറയുന്ന സൈക്കിളിലൂടെ കടന്നു പോവുകയും ചെയ്യും. ഇനി നമുക്ക് ഇതിനെല്ലാം ഇടയിൽ ഡീപ്പ് സ്ലീപ്പിനുള്ള ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കാം. ഡീപ്പ് സ്ലീപ്പ് അഥവാ NREM3 ഇതാണ് സ്ലീപ്പ് സൈക്കിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം. കാരണം നേരത്തെ പറഞ്ഞില്ലേ, ശരീരം മുഴുവൻ ഏറ്റവും കൂടുതൽ റീചാർജ് ചെയ്യപ്പെടുന്നതും റിപ്പയർ ചെയ്യപ്പെടുന്നതും ഒക്കെ ഈ ഘട്ടത്തിലാണ്. ഈ ഘട്ടത്തിലാണ് നമ്മളുടെ ശരീരം അടുത്ത ദിവസത്തിലേക്കുള്ള എനർജി സംഭരിക്കുന്നതും. തലച്ചോറിലെ ഓർമ്മകളെ ഏകീകരിക്കാനും പുതിയ വിവരങ്ങൾ സ്റ്റോർ ചെയ്യാനും ഡീപ്പ് സ്ലീപ്പ് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഈ അവസ്ഥയിലാണ് നമ്മളുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം കൂടുതൽ ശക്തമാവുന്നതും കുട്ടികളിൽ വളർച്ചയുടെ ഹോർമോണുകൾ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിക്കപ്പെടുന്നതും ഈ ഘട്ടത്തിലാണ്.
ചുരുക്കി പറഞ്ഞാൽ ഡീപ് സ്ലീപ്പ് ഇല്ലെങ്കിൽ ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്ത് നമുക്ക് എനർജി വളരെ കുറവായിരിക്കും. എത്ര ഉറങ്ങിയിട്ടും മതിയാവുന്നില്ല, ഉറങ്ങിയ പോലെ തോന്നുന്നില്ല എന്നൊക്കെ ആൾക്കാർ പറയാറില്ലേ? ഈ ഡീപ് സ്ലീപ്പ് കുറയുന്നതാണ് അതിന് കാരണം. നല്ല ഉറക്കത്തിന്റെ ഗുണങ്ങളെക്കുറിച്ചും ഉറങ്ങിയില്ലെങ്കിലുള്ള ബുദ്ധിമുട്ടുകളെക്കുറിച്ചുമൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, നമ്മൾ ഓരോരുത്തരും സത്യത്തിൽ എത്ര നേരം ഉറങ്ങണം? പ്രായമനുസരിച്ച് ഓരോ ആളുകളും ഉറങ്ങേണ്ട അളവ് വ്യത്യസ്തമായിരിക്കും. നവജാത ശിശുക്കൾക്കാണെങ്കിൽ അത് 14 തൊട്ട് 17 മണിക്കൂർ വരെയാണ്. കുട്ടികൾക്ക് 9 തൊട്ട് 11 മണിക്കൂർ വരെ. കൗമാരക്കാർക്ക് ഇത് 8 തൊട്ട് 10 മണിക്കൂർ വരെയാണ്. അതേസമയം മുതിർന്നവർക്ക് 7 തൊട്ട് 9 മണിക്കൂർ വരെ. ഇത് ഒരുപക്ഷെ ഏകദേശം ഒരു കണക്കായിരിക്കാം. നിങ്ങൾക്ക് എത്ര മണിക്കൂർ ഉറങ്ങിയാലാണ് അടുത്ത ദിവസം ഉന്മേഷം തോന്നുന്നത് എന്ന് നിങ്ങൾ സ്വയം കണ്ടെത്തണം. നല്ല ഉറക്കം കിട്ടാനുള്ള ചില വഴികളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് സ്ഥിരമായ ഒരു ഉറക്ക സമയമാണ്. അതായത് എല്ലാ ദിവസവും ഒരേ സമയം തന്നെ ഉണരാനും ഒരേ സമയം തന്നെ ഉറങ്ങാനും ശ്രമിക്കുക. കിടക്കുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും സ്ക്രീൻ നിർബന്ധമായും ഒഴിവാക്കുക. ഫോൺ, ലാപ്ടോപ്പ്, TV എന്നിവയുടെയൊക്കെ വെളിച്ചം ഉറക്കത്തെ തടസ്സപ്പെടുത്തും. പിന്നെ ദിവസവും എന്തെങ്കിലുമൊക്കെ എക്സസൈസ് ചെയ്യുന്നതും ഉറക്കത്തിന് സഹായിക്കും. പക്ഷെ ഉറങ്ങുന്നതിന് തൊട്ടു മുമ്പുള്ള കഠിനമായിട്ടുള്ള എക്സസൈസുകൾ ഒഴിവാക്കണം. ഉറങ്ങുന്നതിന് 2-3 മണിക്കൂർ മുമ്പെങ്കിലും ഭക്ഷണം കഴിക്കുക. പിന്നെ കിടക്കുന്നതിന് മുമ്പ് ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് ശരീരത്തിന് നല്ല അയവ് നൽകും. അങ്ങനെ നല്ല ഉറക്കവും കിട്ടും. പിന്നെ ഉറങ്ങുന്ന മുറി എപ്പോഴും ഇരുണ്ടതും ശാന്തവും തണുപ്പുള്ളതുമായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഉറങ്ങുമ്പോൾ എന്നും ഒരേ സ്ഥലത്ത് തന്നെ ഉറങ്ങാനും ശ്രമിക്കണം. ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് കഫീൻ, നിക്കോട്ടിൻ എന്നിവ ഒഴിവാക്കുക. സോ ഓർക്കുക, ഉറക്കമെന്ന് പറയുന്നത് വെറും ഒരു നേരം പോക്കല്ല. അത് ഒരേ സമയം നമ്മുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും ആരോഗ്യത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആരോഗ്യമുള്ള ജീവിതത്തിന് നല്ല ഉറക്കം അത്യാവശ്യമാണ്. അതുകൊണ്ട് രാത്രി ഉറക്കമുളച്ചിരുന്ന് കളി കാണുന്നതൊക്കെ കൊള്ളാം, പക്ഷെ കളി കാര്യമാവാതെ നോക്കണം. അപ്പോൾ ഗുഡ് ലക്ക് ആൻഡ് ഗുഡ് നൈറ്റ്.